ഈ മാരുതിയുടെയൊക്കെ പൊതുവേ വരുന്ന വണ്ടികളുടെ ഈ ഓൾട്ടറേറ്ററിൻ്റെ പുള്ളി കംപ്ലൈൻ്റ് ആകുമ്പോൾ ഒരുമാതിരി സൗണ്ട് വരും. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ആ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നത് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ ആ ബെൽറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ ഓൾട്ടറേറ്ററിൻ്റെ പുള്ളി കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ സൗണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ സൗണ്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ലൈറ്റ് മീറ്ററിലൊന്ന് മിന്നും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതിലാ ഇടയ്ക്കൊരു സൗണ്ട് വരുന്നില്ലേ, അതാണ് ഓൾട്ടറേറ്ററിൻ്റെ പുള്ളി സ്ലിപ്പാകുമ്പോൾ ഉള്ള സൗണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് സൗണ്ട് മാറും. സൗണ്ട് മാറി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് തന്നെയാണോ എന്നൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കൊണ്ട് സ്റ്റിയറിംഗ് ഒരു സൈഡിലോട്ട് ഫുള്ള് ഒന്ന് തിരിച്ച് ലോഡ് ചെയ്ത് പിടിക്കാൻ പറയും. അപ്പോൾ ലോഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ആ ഓൾട്ടറേറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ ആ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അത് തന്നെ സൗണ്ട്. കൈ വെച്ചാൽ ഒരു ചെറിയ വൈബ്രേഷനും ഉണ്ടാവും അതിൽ നിന്ന് കേട്ടോ. സ്റ്റിയറിംഗ് പിടിച്ച് വെച്ചേക്കണേ. അങ്ങനെയാണ് കേട്ടോ അതിങ്ങനെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് വഴി കുടുങ്ങുന്നുണ്ട് ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടേ. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ പലർക്കും ഈ കംപ്ലൈൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷേ ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ ഓൾട്ടറേറ്ററിൻ്റെ പുള്ളി പൂർണ്ണമായും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ബാറ്ററിയിലേക്ക് ചാർജ് കയറത്തില്ല. അപ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് കയറാണ്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാം ലോങ് ഒക്കെ പോകുന്ന സമയത്ത് വണ്ടി വഴിയിൽ വെച്ച് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടേ കാണിക്കുക. പിന്നെ ഇങ്ങനെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് വണ്ടി സൈഡ് ഒതുക്കി നിർത്തുക. സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് ലോഡാക്കി പിടിക്കുക. ഫുള്ള് ലോഡാക്കി പിടിച്ചുകൊണ്ട് ഹെഡ്ലൈറ്റും കൂടി ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോഴല്ലോ ആ ഓൾട്ടറേറ്ററിൽ നിന്ന് ആ സൗണ്ട് ഇച്ചിരി കൂടുതലായിട്ട് കയറി വരും. നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഇടയ്ക്ക് അങ്ങ് കയറി വരും. അങ്ങനെ സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കേട്ടോ ഓൾട്ടറേറ്ററിൻ്റെ പുള്ളിയാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് കൂടുതലും മാരുതിയുടെ വണ്ടികൾക്കാണ് കംപ്ലൈൻറ്റ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള വണ്ടികൾക്കും ഈ സെയിം അവസ്ഥ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്ന് കാണിക്കുക. മാക്സിമം ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് ചെയ്യുന്നത്. വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, ലൈക്കും കാര്യങ്ങളൊക്കെ കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ബയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റീപ്ലൈ ചെയ്യാൻ പറ്റണ്ടായില്ല. എന്ന് വെച്ചാൽ അത് ഒരുപാട് ആയിപ്പോയതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പിലേക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സമയമെടുത്ത് തന്നെ കുറേയൊക്കെ ഞാൻ അതിന് റീപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ചെറിയൊരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനുള്ള സമയക്കുറവുണ്ട്. വർക്ക്ഷോപ്പിന് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മാക്സിമം വഴിയിലൊന്നും കിടക്കാതിരിക്കുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഉദ്ദേശം. അപ്പോൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജിന് ഞാൻ സമയമെടുത്ത് എല്ലാ ദിവസവും റീപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടുതൽ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ചിലപ്പോൾ 1-2 ദിവസം കൂടുതലെടുക്കും. അപ്പോൾ ഓക്കെ കേട്ടോ.